കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കിട്ടാതെ വന്നപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനായ KSRTC സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സിലാണ് ഇന്ന് നമ്മുടെ യാത്ര. മാനന്തവാടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് ഇവിടെ 7 മണിക്ക് എത്തുന്നത് പറഞ്ഞ് ഞാനൊരു 6:45 കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. നമ്മുടെ സ്റ്റാൻഡിൽ ഇപ്പോൾ AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്, കുറച്ചായി വന്നിട്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയ ഹോട്ടലൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും കഴിച്ചിട്ടാണ് വന്ന്, അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പോയില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ബസ് നമ്പർ KS82. നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇനി കുറച്ചേരം ഇരിക്കാം. അങ്ങനെ 7:37 ആയപ്പോൾ നമ്മുടെ ബസ് എത്തി. ഇവിടെ മെല്ലെ കയറി അങ്ങനെ ഇരുന്ന് ഞാൻ 7:45 ആയപ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇവിടെ നല്ലടത്ത് നിർത്തി. ഹോട്ടൽ സീന. ഹലുവയും കടിയൊക്കെ പുറത്തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ ഒരു അറിവിൽ ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് ഒരു 5.7 ലിറ്റർ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. പുട്ടിങ് ഔട്ട് 200 HP പവർ ആൻഡ് 700 Nm ടോർക്ക്. തെറ്റുണ്ടെങ്കിൽ എന്തായാലും തിരുത്തുക. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ ചാർജിംഗ് പോർട്ടേ കാണാനില്ല. ബാക്കിയുള്ള സീറ്റിലൊക്കെ എങ്ങനെയാണോ ആവോ. സീറ്റ് കുറച്ചുകൂടി ഇവർക്ക് റിക്ലൈൻ കൊടുക്കാമെന്ന് തോന്നി. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് എടുത്ത് വണ്ടി. റോഡൊക്കെ കുറേ ഡെവലപ്പ് ആയിട്ടുണ്ട് പോകുന്ന വഴി. കുറച്ച് വർഷം കഴിഞ്ഞാൽ കംപ്ലീറ്റ് റോഡ് സെറ്റപ്പ് ആവുമെന്ന് വിചാരിക്കുക. ലൈറ്റൊക്കെ ഓഫാക്കി വൈബ് സെറ്റാണ് ഉറങ്ങാൻ. ഒരു 11:20 ആയപ്പോൾ തൃശ്ശൂർ എത്തി. അവിടുന്ന് ഡ്രൈവർ മാറി. സാധാരണ ഇങ്ങനെ വരുന്ന രണ്ടാമത്തെ ഡ്രൈവർ കുറച്ച് സീനായിരിക്കും. അതങ്ങനെ തന്നെയായിരുന്നു. 2 മണിയായപ്പോൾ കോട്ടയവും എത്തി. അത് കഴിഞ്ഞ് ഞാൻ ഫ്ലാറ്റായി. അങ്ങനെ ഒരു 1 മണിക്കൂർ ലേറ്റായി. 4:50 ആയപ്പോൾ ഫൈനലി ട്രിവാൻഡ്രം എത്തി. സോ KSRTCയിൽ പോയി വരുന്നവർ ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്തൊരു സ്റ്റോറിയിൽ കാണാം.